എന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? അതായത് വൈ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോക്കാം. നമ്മൾ അറിവിടത്തിൽ ടീച്ചേഴ്സ് ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. 2024 നടന്ന പിയൂൺ വാച്ച്മാൻ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: മുറ, നീലരുവി, ബദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി പോത്ത്, ഓപ്ഷൻ സി ആട്, ഓപ്ഷൻ ഡി എരുമ. നമുക്ക് ഉത്തരം ഏതെന്ന് നോക്കാം. ഉത്തരം ഓപ്ഷൻ ഡി എരുമയാണ് ശരിയായ ഉത്തരം. അപ്പം ഇത് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ ഇനി എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കാം. അറിവിടത്തിൽ 7ാം ക്ലാസ്സിലെ ജനറൽ സയൻസ് അധ്യായം 1 വിളയിക്കാം നൂറുമേനി. നോക്കുക, ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ ഫാക്റ്റ് ആണ്. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അഥവാ കന്നുകാലി വളർത്തലിനെ കുറിച്ചാണ്. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നതിനെ പറയുന്നതിനെയാണ് എന്ത്? ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രധാന കന്നുകാലി ഇനങ്ങളെ കുറിച്ചാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ പശുവിൻ്റെ ഇനങ്ങൾ നോക്കാം. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ എന്നിവയാണ് പശുവിൻ്റെ ഇനങ്ങൾ. നമ്മുടെ ചോദ്യത്തിലെ എരുമയെക്കുറിച്ചുള്ള ചോദ്യമാണ്. എരുമയുടെ ഇനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. മുറ, നീലരുവി, ബദാവരി എന്നിവയാണ് എരുമയിലെ ഇനങ്ങളായി വരുന്നത്. മറ്റൊന്ന് ആട്. ആടിൻ്റെ ഏതാണ്? തലശ്ശേരി, ജംനാപ്യാരി, ബോയർ എന്നിവയാണ് ആടിലെ പ്രധാന ഇനങ്ങളായിട്ട് വരുന്നത്. ഈ അറിവുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറിവിടത്തിലാണ്. അറിവിടം എന്ന് പറയുമ്പോൾ പാർട്ട് 2 ആണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. 6ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ് പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ ഫാക്ട്, ലേണിംഗ് റൂം, ക്വസ്റ്റ്യൻ ബാങ്ക് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചാണ് അറിവിടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അറിവിടം പർച്ചേസ് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട.